മെസ്സി. അർജന്റീന മെസ്സി ജയിക്കും. എനിക്ക് ഉറപ്പാണ് മെസ്സി എന്തായാലും കൊണ്ടുപോകും. മെസ്സി മാത്രമേ കൊണ്ടുപോകുള്ളൂ. 10th വരെ കേൾവി പരിമിതിയുള്ള കുട്ടികളും അതേപോലെ 7ാം ക്ലാസ് വരെ കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കുട്ടികൾക്ക് വളരെ താല്പര്യമാണ് സ്പോർട്സ്, അതുപോലെ തന്നെ മറ്റ് ഗെയിംസൊക്കെ തന്നെ. അപ്പോൾ അതിൽ അവർ വൈകുന്നേരം നന്നായിട്ട് സാറ് ലീഡർഷിപ്പിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇതിൽ നിന്ന് തന്നെയാണ് വന്നത് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചാലോ, ഫൈനലിന് മുമ്പ് ഇതേപോലൊരു മത്സരം സംഘടിപ്പിച്ചാലോ എന്ന് സാറിന് ഒരു ഐഡിയ പറയുകയും മൊത്തം സ്റ്റാഫ് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്തത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളിൽ നല്ല ആവേശകരമായിട്ടുള്ളൊരു മുന്നേറ്റം ഇവിടെ നമ്മൾ കണ്ടു. നല്ലൊരു മത്സരമാണ് നടക്കുന്നത്. കുട്ടികൾക്ക് നന്നായിട്ട് അവർ ചെറിയ കുട്ടികൾ വരെ നമ്മുടെ വേൾഡ് കപ്പ് ഇത് കാണാറുണ്ട് ടി വിൻ്റെ മുമ്പിൽ. അവർക്ക് എല്ലാ പ്ലെയേഴ്സിനും അറിയാം. നമ്മളിവിടെ അവിടെ ഒട്ടിച്ചിട്ടപ്പോഴൊക്കെ ഓരോരുത്തരുടെയും പേര് അവർ പറയുന്നുണ്ട്. അപ്പോൾ നിരന്തരം കുട്ടികൾ കാണുന്നുണ്ട് കളി. അവർക്ക് അതിൽ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കളി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നന്നായിട്ട് അവരതിൽ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് ഫൈനലിന് മുമ്പ് ഒരു പ്രതീകാത്മക ഫൈനൽ നടത്തണമെന്ന് വിചാരിച്ചിട്ട് 2 ടീം ഫൈനൽ എത്തിയ 2 ടീമുകൾ ജേഴ്സി സംഘടിപ്പിച്ചുകൊണ്ടാണ് കുട്ടികളുടെ നടത്തിയത്. അപ്പോൾ കുട്ടികൾ വളരെ ആവേശത്തിലാണ് പങ്കെടുത്തതൊക്കെ. അപ്പോൾ മൊത്തം എല്ലാ കുട്ടികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ട് നടത്തി. മറ്റുള്ള കുട്ടികൾക്ക് ഷൂട്ടൗട്ട് നടത്തി. അതുപോലെ ഈ കുട്ടികൾക്ക് കുറച്ച് സീനിയേഴ്സ് UP ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പം ഫൈനലിന് മുമ്പ് ഒരു ഫൈനൽ എന്നുള്ള ഒരു മാച്ചായിട്ട് നടത്തി. വേൾഡ് കപ്പിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാ ഭംഗിയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കളിച്ചു എന്നുള്ളത് ശ്രവണ പരിമിതി പോലും ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പെർഫോമൻസ് എന്നുള്ളതാണ് ഈ ഒരു കളിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പരിമിതികൾക്ക് അപ്പുറമാണ് ഫുട്ബോൾ. ഇത്തവണ ലോകകപ്പ് അർജന്റീന തന്നെ കൊണ്ടുപോകുമെന്നാണ് ഈ കുട്ടി താരങ്ങളും ഉറപ്പിക്കുന്നത്. ക്യാമറമാൻ ദീപു മാന്നാറിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.